ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈറ്റ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സൺഡേയിൽ നമ്മൾ പള്ളിയിൽ പോയ കാര്യവും തിരിച്ചു വന്നിട്ടുള്ള ഒരു ചെറിയ കുക്കിങ്ങും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാനും കുഞ്ഞുമണീസും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അച്ഛന് എന്തൊക്കെയോ വർക്കുണ്ട്, ഓഫീസിൽ പോകണം, തിരിച്ചു വന്നിട്ട് എന്തൊക്കെയോ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നില്ല. അപ്പം ഞങ്ങളിത് നടന്നു പോകാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇന്ന് ക്യാനിനുള്ളെല്ലാം നല്ല ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. സൺഡേ അല്ലേ, എല്ലാവരും വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ടൈമാണ് കേട്ടോ. എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനും ജോലിക്ക് വന്നിട്ട് റെസ്റ്റ് എടുക്കാനും കുട്ടികൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചർച്ചിലൊക്കെ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ തോന്നുന്ന ഒരു അമ്പലങ്ങളിലൊക്കെ പോകാൻ തോന്നുന്ന ഒരു സമയം കൂടാണ് ഈ സൺഡേ എന്ന് പറയുന്നത്, ഓഫ് കിട്ടുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സൺഡേ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ നമുക്കൊരു വലിയൊരു എനർജി കിട്ടുന്ന പോലെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഡെയിലി ഒന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, എന്നാലും കിട്ടുന്ന സമയമൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തന്നെയാണേലും പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ചയൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അച്ചാച്ചൻ ഇല്ലെങ്കിലും തന്നെ പോകാമെന്ന് വെച്ച് ഞങ്ങൾ നടന്നിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ ക്യാൻറ്റീനുള്ളതാണ് അതെല്ലാം കാണുന്നതെല്ലാം കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ ഗേറ്റ് കടന്ന് നേരെ വന്ന് ഒരു 10 അടി വെച്ച് കഴിയുമ്പോൾ, സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ ഒരു പോക്കറ്റ് റോഡുണ്ട്. ആ പോക്കറ്റ് റോഡിലേക്ക് നമ്മൾ കയറി ഇനി ഇവിടുന്ന് ഒരു 15 സെക്കൻഡ് നടന്നു കഴിയുമ്പോൾ മെയിൻ റോഡ് തന്നെ ആ കാണുന്നത് ഇതാണ് കേട്ടോ, ഇവിടെ വരും. അപ്പോൾ കുഞ്ഞുമണീസിനെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് നടന്നു പോവാണ് കേട്ടോ. നടന്നു പോയിട്ടുണ്ട് ഇതിന് മുമ്പും, അപ്പോൾ ഒക്കെ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു മെയിൻ റോഡ് വന്നു കഴിയുമ്പോൾ ഇച്ചിരി റഷുള്ളൊരു സമയമാണ് കേട്ടോ, സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളിതേ അങ്ങനെ നടന്നു വന്നു. ഒരു 2-3 മിനിറ്റ് അത്രേ എടുക്കുകയുള്ളൂ കേട്ടോ. നമ്മുടെ പള്ളിയുടെ പേര് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് മഹാ ഇടവക. പിന്നെ ഇതേ ഞാൻ ആ കാണിക്കുന്നുണ്ടോ സൂം ചെയ്ത്, അതെന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിൽ നിന്ന് വന്ന് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ നമ്മുടെ നാടൻ ഐറ്റംസൊക്കെ കൊണ്ടുവരും. ശനിയും ഞായറുമാണ് ഇവർ വരാറ്. നമ്മൾ മിക്ക ദിവസവും ഞായറാഴ്ച വരുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങും, കപ്പയും മുട്ടയൊക്കെ. പക്ഷേ ഇപ്പോൾ മുട്ട അങ്ങനെ ഞായറാഴ്ച വന്നാൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, വയനാട്ടിൽ തന്നെയുള്ള ജിഷ ചേച്ചിയുടെ കൂടെ ഞാനിവിടെ പോയി ശനിയാഴ്ച തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങും കേട്ടോ. അപ്പോൾ അതേ പറഞ്ഞു വന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. ഞങ്ങൾ പള്ളിയിൽ വന്നു, കുഞ്ഞുമണീസ് കയറി. ഇപ്പം ഞങ്ങൾ ഫ്രണ്ടിലാണ് നിൽക്കാറ് കേട്ടോ. അവരെ ബാക്കിൽ നിർത്തി അവരവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രണ്ടിലാണ് കൊണ്ട് നിർത്താറ്. ഞങ്ങൾ വന്നപ്പോഴത്തേനും മാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചേ ഞാൻ പിടിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമുക്കൊരു സർപ്രൈസ് ആയിരുന്നു ഈ കപ്പിൾസ്. ഇതിൽ ആ പയ്യൻ നമ്മുടെ ഒരു റിലേറ്റീവ് ആയിരുന്നു കേട്ടോ. ബാംഗ്ലൂരിലുള്ള ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഇടവകയാണ് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അതൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ പോയി പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ കണ്ടില്ല, എൻ്റെ കയ്യിൽ സാധനം ഞാൻ ആ വയനാടുകാരുടെ നിന്ന് പോയി കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാനൊരു ടാസ്ക് കൊടുത്ത് റോഡിലോട്ടൊന്നും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി എനിക്ക് വീഡിയോയുടെ പിടിക്കണമെങ്കിൽ അവരോട് പറഞ്ഞു വരയ്ക്കുള്ളിലൂടെ നടന്നു പോകണം, അതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവരതനുസരിച്ച് നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ വീഡിയോയും പിടിച്ച് അവരെയും കൊണ്ട് പോകാൻ എനിക്ക് നല്ല പാടായിരുന്നു. അപ്പോൾ നമ്മൾ നടന്ന് ഇങ്ങ് വന്നിട്ടുണ്ട്. ഇനിയും ചെന്ന് കുക്കിംഗ് ഒക്കെ തുടങ്ങണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ സൺഡേയിലെങ്കിലും നിങ്ങൾ വിശ്വാസമുള്ളവർ, പ്രാർത്ഥനയുള്ളവരൊക്കെ ഇതൊന്ന് ചെയ്യുന്നത് നല്ലതാണേ. അതായത് അമ്പലങ്ങളിൽ പോവുകയാണ് അമ്പലങ്ങളിൽ പോവുക, പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ പോവുക. അത് നമുക്ക് മനസ്സിന് നല്ലൊരു റിലീഫാണ് കേട്ടോ. ആ ഒരു 1 വീക്കിലെ എല്ലാം നമുക്ക് മാറ്റി ഒന്ന് പീസായിട്ടിരിക്കാൻ പറ്റിയൊരു സമയമാണ് സൺഡേ എന്ന് പറയുന്നത്. അതൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ള ടൈം നമുക്ക് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈം നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ. അപ്പം അത് മറക്കാതെ ചെയ്യുക കേട്ടോ. വിശ്വാസമുള്ളവർ, ഇല്ലാത്തവർ വേണ്ട, ആരുടെ ബിലീവ് എന്താണോ അതുപോലെ മതി. അപ്പോൾ ഞങ്ങളിങ്ങ് വന്നു. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ ഐറ്റംസ് കേട്ടോ. ഉണ്ണിയപ്പമുണ്ട്, ചിപ്സുണ്ട്, ഇഞ്ചിയുണ്ട്, കപ്പയുണ്ട്. അപ്പം കുഞ്ഞുമണി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരുടെ. പിന്നെ നേരെ ഞാൻ കുക്കിങ്ങിലേക്ക് ഇറങ്ങി. ഇത് നമ്മുടെ നീളമുള്ള പയറാണ് കേട്ടോ, പച്ചപ്പയർ. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇതാണ്, മഷ്റൂം. ഇതും കൊണ്ടുള്ള 2 ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. രണ്ടും 2 രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് തീരെ കുഞ്ഞായിട്ടും ഒരെണ്ണം ഇത്തിരി വലുതായിട്ടും. ഇത് തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. തേങ്ങ ക്രഷ് ചെയ്തിട്ട് അത് വറുത്തു. മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും
ഗരം മസാലയോട് ഇട്ട് വറുത്ത് വെച്ചിരിക്കുകയാണ്. അത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ദെൻ വലുതായിട്ട് അരിഞ്ഞ നമ്മുടെ കൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരിയും വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പള്ളിയിൽ നിന്ന് വന്നത്. ബണ്ണും ചായ ആയിരുന്നു. അച്ഛന് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വന്ന ഉടനെ നേരെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷന് തുടങ്ങിയത് കേട്ടോ. നമ്മുടെ മഷ്റൂം കൊണ്ട് ഞാൻ 2 ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് പയറുകൂൺ മെഴുക്കുവരട്ടിയും ഒന്ന് കൂൺ വറുത്തരച്ച കറിയും. നിങ്ങളിങ്ങനെയാണോ കൂൺ വറുത്തരച്ച കറി ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ ഞാൻ ഇതുപോലൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ പയറുകൂൺ മെഴുക്കുവരട്ടി അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലായിരിക്കും, എങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ ഒരു ടിപ്പ് ഇവിടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് നമ്മുടെ ടിപ്പിനുള്ള സാധനം. അത് ഞാൻ നമ്മുടെ കൊച്ചുള്ളി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ഇവിടെ അതിനിടയ്ക്ക് ഞാൻ പല പരിപാടി നടത്തുകയാണ് കേട്ടോ. കൂണിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മെഴുക്ക് പുരട്ടിക്കുള്ള പയറരിഞ്ഞ് ഉപ്പിപ്പറ്റിച്ചില്ലേ, അതിലേക്ക് ഞാൻ കൂണിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കൂണിൻ്റെ വെള്ളം ഇറങ്ങി ബാക്കി കൂണും പയറൂടെ വെന്തോളും. അതിലേക്ക് ഒരു പച്ചമുളകേ ഇടുന്നുള്ളൂ കേട്ടോ. കാരണം കുഞ്ഞുമണീസിന് എരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ എന്തെടുത്താലും ഒറ്റ ഒരു പച്ചമുളകേ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ 2 എണ്ണത്തിനകത്തും വറുത്തരച്ച കറിയിലെ കൂട്ടിനകത്തും മറ്റേതിലും നമ്മൾ മുളകിട്ട് കൊടുത്തു. അപ്പോഴേക്കും ഇവിടെ കൂണിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളമുണ്ട്, വെള്ളമായുണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് നമുക്ക് പറ്റിയെടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊച്ചുള്ളി വെച്ചിരുന്നില്ലേ, അതെന്തിനാണെന്നല്ലേ, ഈ ഒരു എളുപ്പവഴിക്ക് വേണ്ടിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കൊച്ചുള്ളി വെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ്, ഇച്ചിരി ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും കേട്ടോ. ഒരു 2-3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചത്, അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് എടുത്തു കേട്ടോ. ഇങ്ങനെ നമുക്ക് പീൽ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്ത് വെച്ചാൽ എളുപ്പം നമുക്ക് കത്തിയില്ലാതെ തന്നെ കൊച്ചുള്ളി നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് വലിയൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊരു സാധനമൊക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ നമുക്ക് കൊച്ചുള്ളി വേണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കറിയാലോ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതങ്ങ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിൽ നമുക്കിത് പൊളിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും. മിക്ക സൺഡേയിലും കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അച്ഛനും എടുത്ത് തരുന്നത് കേട്ടോ. ടൈം ഇല്ലേലേ ഉള്ളൂ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള കൂണ്, മീൻകറി, ബീഫ് ഇതിനൊക്കെ ഏറ്റവും ബെറ്ററായിട്ടുള്ള സാധനം കുഞ്ഞുള്ളിയാണ് കേട്ടോ. ടേസ്റ്റ് നന്നായി കൂടും. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് വരാം. നമ്മുടെ പയറെല്ലാം കറക്റ്റായിട്ട് വെള്ളം പറ്റി വന്നു, കൂണൂടെ. അപ്പോൾ അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. ദെൻ നമ്മുടെ ഒരു 10 എണ്ണം ഉണ്ട് കേട്ടോ കൊച്ചുള്ളി അരിഞ്ഞതിട്ടു. ഇതിന് നല്ല ടേസ്റ്റാണ് കൊച്ചുള്ളി ഇടുമ്പോൾ കേട്ടോ. മെഴുക്കുവരട്ടിക്കൊക്കെ നിങ്ങൾ സവാള ഇടാതെ ഇച്ചിരി കൊച്ചുള്ളി ഇട്ട് നോക്കി, ഒരു 3-4 എണ്ണം ഇട്ടാൽ തന്നെ മതി, അതിന് നല്ല ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയാണ് ഇതിനെല്ലാം ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഞാൻ നമ്മുടെ നാടൻ ഐറ്റം എല്ലാം ഉണ്ടാക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണയും, അല്ലാതുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ റിഫൈൻഡ് ഓയിലുമാണ് എടുക്കുന്നത്. അപ്പോൾ 2 ഗ്യാസിൽ ഞാൻ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ മെഴുക്കുവരട്ടി ഏകദേശം എല്ലാം ആയിക്കഴിഞ്ഞു. മെയിനായിട്ടുള്ള കാര്യം കേട്ടോ, ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു 3-4-5 തുള്ളി നെയ്യ് ഒഴിക്കുന്നു. അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. ഈ ഗരം മസാലയോട് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലൊക്കെ വരും അതിന് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ കൂണിന് പകരം ഇതിലേക്ക് നമുക്ക് കൊഞ്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു ദിവസം ഞാൻ കാണിച്ചു തരാം. കൊഞ്ചിട്ടുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഉള്ളതേ ഉള്ളൂ. അതെന്താണെന്ന് ഞാൻ അപ്പം പറഞ്ഞുതരാം കേട്ടോ. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ദിവസം ഞാൻ കൊഞ്ചെടുക്കാം. അപ്പോൾ കൊഞ്ച് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യത്തെ ഡിഷ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2ാമത്തെ ഡിഷിലേക്ക് കിടക്കാം. ഇതിനിടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അത് സാരമാക്കണ്ട കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളോടിങ്ങനെ കണ്ട് സംസാരിക്കുന്ന പോലെയാണ്, എന്തെങ്കിലുമൊക്കെ വായിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ 2ാമത്തെ ഡിഷായിട്ടുള്ള കൂൺ വറുത്തരച്ചുള്ള കറിക്ക് വേണ്ടി ആദ്യം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കരുവേപ്പില ഇട്ടു, നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ സാരമില്ല കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാലും മതിയേ. അപ്പോൾ അത് ഞാനൊന്ന് തീയൊക്കെ കുറച്ച് വഴളാൻ വെച്ചു. അത് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വറുത്ത് വെച്ചത്, അത് നമുക്ക് അരച്ചെടുക്കണം. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് പോലെ ചെയ്യും കേട്ടോ. എന്നിട്ടാണ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് എടുക്കണം. അപ്പോൾ അതും ഒരു വഴിക്കേക്ക് ഞാൻ ചെയ്തു വെച്ചു. ഇതിനിടയ്ക്കെല്ലാം ഞാൻ പോയി നമ്മുടെ ആ കൂട്ടം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമണീസിനെ ചെന്ന് നോക്കുന്നുണ്ട്. അവർ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചൻ അതിൻ്റെ പണി നടക്കുന്നു. എല്ലാവർക്കും അത് ഇതൊക്കെ ചെയ്തുകൊണ്ട് അതിനിടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. അതൊന്നും എടുത്തിട്ടില്ലേ. അപ്പോൾ ഇനിയും നമുക്ക് നമ്മുടെ കൂട്ടിലിടേണ്ട കാര്യം തക്കാളി. ഒരു കുഞ്ഞ് തക്കാളി എടുത്തു. അതുപോലെ തന്നെ തക്കാളി നിങ്ങൾ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടും. അതിന് നമുക്ക് ടൈമൊന്നും വേണ്ടി വരില്ല. അപ്പം ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് പെട്ടെന്ന് അത് ഉടഞ്ഞു വന്നു. അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച മസാല ചേർത്തു, വേവിച്ച് വെച്ച
കൂടിട്ട് കൊടുത്തു. ദേ റെഡിയായി. ഇനി ഇതിൻ്റെ ഒന്നും കാരണം വേവിച്ച് വെച്ചതാണല്ലോ. ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് എണ്ണ പൊങ്ങി നമ്മുടെ രണ്ടാമത്തെ ഡിഷ് റെഡി. ഇനി മൂന്നാമത്തേത് ക്യാരറ്റും ബീൻസും ഇട്ടുള്ള തോരനാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എങ്കിലും ഞാൻ പറഞ്ഞേക്കാം. ഇതെല്ലാം അവിടെ ഒന്ന് അരിയുന്നു. അതിൻ്റെ കൂടി ഇത്തിരി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ നിങ്ങൾ ചെയ്യുമോ എന്നറിയില്ല, ഞാനിടും കേട്ടോ. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കും. ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമോ വയറ്റിലെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ലേ. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ തോരൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് ചിലയിടത്തൊക്കെ ഉപ്പേരി എന്നാന്ന് പറയുന്നത് ആ സാധനമാണ് കേട്ടോ. നമ്മൾ കടുക് പൊട്ടിക്കുന്നു, കറിവേപ്പിലയും കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് ആയിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നു, ഉപ്പിടുന്നു, മഞ്ഞൾപ്പൊടി ഇടുന്നു, തേങ്ങ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ ഞാൻ തേങ്ങയൊക്കെ വെളിച്ചെണ്ണയ്ക്ക് ഇച്ചിരി ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അധികം നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പം ഇതായിരുന്നു. ഇനി അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നു. അപ്പം തോരനും റെഡി. ഇതായിരുന്നു സൺഡേയിലെ സ്പെഷ്യൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ചോറും ഒരു മീനും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ വേറെ ഒന്നും ഇനി വേണ്ട. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.